ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഒരു വരും എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേട്ടാലോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാൻ മറന്നുകൊണ്ട് കേട്ടോ. ഒറ്റൊരു ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ കണ്ട് നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്യാത്തവരൊക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അലീനയെ കണ്ടെത്തിയല്ലോ. രാജീവും ഗംഗാധരനും ശിവശങ്കരനുമാണ് ഇതിൻ്റെ പിന്നിലെന്നറിഞ്ഞ് ഗംഗാധരൻ അവരെ ബാലേന്ദ്രൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലേന്ദ്രൻ എത്രത്തോളം പറയാൻ പറ്റും ആ ദേഷ്യം മൊത്തം അവരോടങ്ങ് തീർക്കുകയാണ്, തിമിർത്താടുകയാണ്. അതിനുശേഷം പോലീസ് വരികയും അവരെയും കൂട്ടി രാജീവും ശിവശങ്കരും പോലീസും അതുപോലെ ബാലേന്ദ്രനും കൃഷ്ണമോളും എല്ലാവരും കൂടെ ചേർന്ന് ഗംഗാധരൻ ഉൾപ്പെടെ അലീനെ കൊണ്ടുപോയ ആ ഗോഡൗണിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. അപ്പം മനുവിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ തന്നെ മനു ഇതിൻ്റെ പിന്നിലെന്നും എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എൻ്റെ വിധം ഇതൊന്നുമല്ല, അവൾക്കൊരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അലീനെ കാണാതിരുന്ന ആ ഒരു വിഷമവും ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്നും കൂടെ ഉള്ളത് കൺഫേം ആയി കഴിഞ്ഞപ്പോൾ മനുവിന് സഹിക്കുന്നില്ല. മനു പറഞ്ഞു, ആ വീട്ടിൽ ഞാൻ ജനിച്ചു പോയില്ല അങ്ങളെ, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് മനു അങ്ങ് വിതുമ്പുക കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നീ ആ തിരുവനന്തപുരം ഒന്ന് കിടന്ന് കറങ്ങണ്ട, നീ ഇങ്ങ് പോര്, നമ്മൾ ഇന്ന റൂട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത്. അവിടെ ആ നേഴ്സുമാരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഇങ്ങനെ ആ കുട്ടി ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അലീനയെ കുറിച്ച് വിശദാംശങ്ങളെ ചോദിച്ചായിരുന്നു. അപ്പം ആ നേഴ്സും മറ്റേ നേഴ്സും കൂടെ വൈജ മാത്രം ഉള്ളപ്പോൾ ചെന്നിട്ട് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ മേഡം, രാവിലെ ഒരു പെൺകുട്ടി ബൈസ്റ്റാൻഡറായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ലേ, നിങ്ങളുടെ മൂത്ത മകളാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി മിസ്സിങ് ആട്ടോ, ഞങ്ങൾക്ക് തോന്നുന്നു ഏതെങ്കിലും അവന്മാരുടെ എങ്ങോട്ടാ പോയെന്നാണ് തോന്നണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങൾ സുലോചന കടന്നു വരികയാണ്. അപ്പോൾ സുലോചനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സുലോചന പറഞ്ഞ്, അതെ, ഈ ഒരാളെക്കുറിച്ച് ഒരു അപവാദം പറയുമ്പോഴേ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പറയാൻ. ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും അവന്മാരെ കൂടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമെന്ന് ചോദിച്ചു. അത് നിഷേധിക്കുമോ അതേ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും ദേഷ്യം വന്ന്, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്, അതുപോലെ തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കുട്ടിയൊന്നുമല്ല, അവൾ അങ്ങനെ വളർന്നൊരു കുട്ടിയുമല്ല എന്ന് സുലോചന അങ്ങ് പറഞ്ഞു. ഒരാളെക്കുറിച്ച് നമ്മൾ മോശം പറയുമ്പോൾ അത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പറയണം, ചുമ്മാ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ വൈജയന്തി കേട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നേഴ്സുമാരങ്ങ് വല്ലാണ്ടായിപ്പോൾ, അവർക്കൊരു വിഷമമായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഗോഡൗണിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ബാലേന്ദ്ര ഫ്രണ്ടിലെ ഡോറ് തുറക്കുകയാണ്. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ അതിൽ ഒരു റൂം നന്നായിട്ട് അടച്ചിട്ടൊക്കെയാണ് കേട്ടോ. അത് തുറക്കാൻ പറ്റുന്നില്ല, കാരണം അകത്ത് നിന്ന് ഭയങ്കരമായിട്ട് അത് അടച്ച്. കാരണം അലീന കുറ്റിയുടെ മാത്രമല്ല, കുറച്ച് ആണിയും സംഭവങ്ങളൊക്കെ വെച്ച് അത് അടിച്ചങ്ങ് വെച്ചൊക്കെയാണ്, കാരണം അത് തുറക്കാൻ പറ്റില്ല. ആ രീതിയിൽ അലീന അത് സേഫാക്കി ഇട്ടൊക്കെയാണ്. അപ്പോൾ ബാലേന്ദ്രൻ മോളേന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് ബാലേന്ദ്രൻ്റെ ഒച്ച ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ പേടിച്ച് പകച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്, ഇത് മറ്റാരെങ്കിലുമാണ്, അപ്പോൾ താൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവരറിയണ്ട. അത് കരുതി അലീന സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചില്ല, എന്ന് വെച്ചാൽ വിളി കേൾക്കാനായിട്ട് ശ്രമിച്ചില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ വിളിച്ച് അവസാനം ബാലേന്ദ്രൻ ആ റൂമിലാണ് അലീന എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് ബാലേന്ദ്രൻ പിന്നീട് ചുറ്റി ആ ജനലിൻ്റെ അവിടെ വന്നപ്പോൾ അലീന തളർന്ന് അവശതയായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ അപ്പോൾ വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വിമ്മിക്കൊണ്ട് ഓടി ആ ജനലിൻ്റെ കമ്പികളുടെ അഴികളുടെ ഇടയിൽ കൂടെ ബാലേന്ദ്രനെ അങ്ങ് പിടിക്കുകയാണ് മുഖത്തൊക്കെ. മോളെ വിഷമിക്കല്ല, നീ സമാധാനപ്പെടും മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ വന്നില്ലേ, നീ ഇനി കരയണ്ട. എന്നിട്ട് വിതുമ്പാണ് കേട്ടോ, പേടിച്ചുള്ള ഒരു അലർച്ച വിതുമ്പലാണ്. എന്ന് വെച്ചാൽ താൻ മരിച്ചു പോകും, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ഇതിൻ്റെ ഇടയിൽ ഗുണ്ടകൾ അവന്മാർ പറയുന്നുണ്ട്, നമുക്കൊന്ന് പോയി അവളെ മുട്ടി നോക്കാടാ എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ മുതലാളി പറയാണ്ട്, വേണ്ടടാ നമുക്ക് കിട്ടും അവളെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു. മതിയായ തടിമിടുക്കുള്ള കുറേ ഗുണ്ടകളെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ റിയലായിട്ട് കാണുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താണല്ലേ. അപ്പോൾ ആ അവസ്ഥയിൽ പക്ഷേ ആ കുട്ടിക്ക് അത് അത്രയും തരണം ചെയ്ത് അത്രയും സേഫ്റ്റി ആക്കിയൊക്കെ ആ റൂം അലീന വെച്ചുവല്ലോ. എന്നാൽ നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയവും പേടിയും തോന്നും. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഓരോ ഇൻസിഡൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും അത്രയൊന്നും വന്നില്ല. അങ്ങനെ അവരെല്ലാവരും എത്തി.
അതിൻ്റെ ഇടയിൽ കൃഷ്ണമോള് വന്ന് അലീന ചേച്ചി പേടിക്കേണ്ട, ഞങ്ങൾ മാത്രമല്ല പോലീസൊക്കെ ഉണ്ട്, പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന കരച്ചിലൊക്കെ ഒന്ന് വിതുമ്പി നിർത്തി. അങ്ങനെ അവസാനം പോലീസുകാർ ഈ ഡോറ് തുറക്കാനുള്ള നോക്കണം, കാരണം എന്തായാലും ഇടിച്ച് തല്ലി തുറക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ബാലേന്ദ്രൻ രാജീവിൻ്റെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഓ സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചത് നിങ്ങളെ സമ്മതിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. രാജീവും ശിവശങ്കറിനും ആകെ പേടിച്ച് നിൽക്കുന്നു, കാരണം ചെയ്ത് എന്തായാലും കേസാവും, തങ്ങളുടെ ജീവിതം പോവും എന്നുള്ള ഒരു പേടിയും ഭയവുമായിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അവസാനം ഒരു ഒലക്ക പോലത്തെ സംഭവമൊക്കെ എടുത്ത് ആ പോലീസുകാർ അത് ഇങ്ങനെ ഡോറ് പൊളിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നോക്കി നിൽക്കാണ്ട് പോയി അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുന്നു പറയും. അങ്ങനെ എല്ലാവരും കൂടെ പോയി സഹായിക്കുകയാണ്, രാജീവും ബാലേന്ദ്രനും ഗംഗാധരനും. ഒടുവിൽ അലീനേനെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. പാവം തളർന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് ഒരു വെള്ളം പോലും കഴിക്കേണ്ട അത്രയും നേരം അലറി കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നില്ല. ആ ഒരു പേടിച്ച്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10-22 വയസ്സുള്ള ആ ഒരു കുട്ടി ഇത്രയും ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്കി, എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല, താൻ രക്ഷപ്പെടുമോ, തന്നെ അവർ നശിപ്പിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ഭയം. എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ആ കുട്ടി ആ ഒരു ഇതിൽ നിൽക്കുന്നത്. അവസാനം എന്താ ഏതാണെന്നൊന്നും അറിയാണ്ട് അവസാനം ഒടുവിൽ താൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സമാധാനത്തിൽ അലീന നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം പോലീസ് പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി പുറലോകം കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ രാജീവിനോട് ബാലേന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട്, ബാലേന്ദ്ര അവർക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടുപോയി ആക്കണത് അറിയില്ലാന്നോ, അത് എന്ത് ന്യായത്തിലാണ് നിങ്ങൾ പറയണേന്ന് പറയുന്നുണ്ട്. അതല്ല നമുക്ക് അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഗംഗാധരൻ കിടന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ട് മാത്രം ഞാൻ പറയണേ, ഇതിൽ കേസ് തന്ന ആൾ ബാലേന്ദ്രൻ സാറാണ്, സാർ എന്ത് പറയണം അതുപോലെ ഞങ്ങൾ ചെയ്യാം, കാര്യം നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ പണ്ടേ ഞങ്ങൾ ഈ യവന്മാരെ രണ്ടിനും തൂക്കിക്കൊണ്ട് പോയതിനെന്ന് രാജീവിനെയും ശിവശങ്കറിനെയും തൂക്കിക്കൊണ്ട് പോയതിനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഗംഗാധരനെ റിക്വസ്റ്റ് ചെയ്യണം, അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് ബാലേന്ദ്ര, ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ക്ഷമിക്കാൻ ഗംഗേട്ടന് പറയാൻ എളുപ്പമുണ്ട്, ഞാനല്ല ഇതിന് തീരുമാനം എടുക്കാൻ, അലീന പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അവസാനം അലീനയുടെ അടുത്ത് ചെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛ കുഴപ്പമില്ല, കേസൊന്നും ആക്കണ്ട, അവരെ വിട്ടയക്കുക അച്ഛാന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് നമ്മുടെ രാജീവിന് ശിവശങ്കറിനും ആ ശ്വാസം ഒന്ന് നേരെ നിന്നത്. കാരണം വെച്ചാൽ ഇത് കേസ് അവരുടെ ജീവിതം അവിടെ തീരും എന്ന് വെച്ചാൽ ഇതൊക്കെ നിസ്സാര കേസാണോ? ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് താമസിപ്പിക്കുക, ഗുണ്ടകളെ ഏൽപ്പിക്കുക, കൊല്ലാനാക്കുക, അല്ലേ നശിപ്പിക്കാനൊക്കെ ആക്കുക, അതൊക്കെ ഒരു ക്രിമിനൽ കുറ്റങ്ങളല്ലേ, പിന്നെ പുറലോകം കാണില്ല, അവരുടെ ജീവിതം അവിടെ തീരാണ്. അവസാനം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ അലീന വിട്ടയ്ക്കാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് പോയെന്നും വേണ്ട, നിങ്ങളെയൊക്കെ തെരണ്ടി വാലിനടിക്കണം. ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും അപ്പുറം അവൾ ക്ഷമിച്ചതാണ്. ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും അവളെ കാല് പിടിച്ച് നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ രാജീവിൻ്റെ ശിവശങ്കറിൻ്റെ മുഖമൊക്കെ ഒന്ന് മങ്ങി, ഒന്ന് മാപ്പ് പറയണമല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ രാജീവ് ചെന്നിട്ട് സോറി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, അതെ നിൻ്റെ ഇംഗ്ലീഷും സോറി ഒന്നും വേണ്ട, നീ അവളുടെ അടുത്ത് മോളെ ഞാൻ ചെയ്തത് തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്ന് കാല് പിടിച്ച് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവസാനം രാജീവ് ചെയ്യുന്നുണ്ട്. ശിവശങ്കരൻ ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരാൾ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു പോരാ, രണ്ടുപേരും പറയണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശിവശങ്കരനും ചെയ്യുകയാണ്. അങ്ങനെ അവസാനം അലീന ഒരു ഇതൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൃഷ്ണമോള് പറയുന്നുണ്ട്, ആ പോലീസുകാരടുത്ത് ചേച്ചിയുടെ ബാഗും സാധനങ്ങളൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് വന്ന വണ്ടിയിലുണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് തരണമെന്നൊക്കെ ഉള്ളത് നമ്മളെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത്, ഗംഗാധരൻ ചെന്നിട്ട് അലീനയുടെ അടുത്ത് മാത്രമായിട്ട്, മോളെ ഞങ്ങൾക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, നീ ജീവിച്ചിരിപ്പുണ്ടെന്നോ വൈജയുടെ മകളായ നീ ജീവിച്ചിരിക്കണു എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ബാലചന്ദ്രൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ് മോളെ ഞങ്ങൾ അറിഞ്ഞത്. അവരാണെങ്കിലും രാജീവാണെങ്കിലും ശിവശങ്കരനാണെങ്കിലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ആ പെങ്ങളുടെ ആ ഒരു കുടുംബം നശിക്കാൻ നീ ഒരു കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ നീ ഒരു ഹോം നേഴ്സായിട്ട് വന്നു, ആ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ആ രീതി ചിന്തിച്ചതുകൊണ്ടാണ് അവർ ഈ രീതിയിലൊക്കെ പെരുമാറിയത്, മോള് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പിയൊക്കെ അലീനയോട് ക്ഷമയൊക്കെ ചോദിക്കുന്ന സീനാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് പറഞ്ഞത്. നാളത്തെ എപ്പിസോഡ് പ്രൊമോ ഞാൻ രാവിലെ തന്നെ ഇടാൻ നോക്കും കേട്ടോ, ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ഏകദേശം വരുന്ന ഒരു ഇതെന്താണെന്ന് അറിയണ്ടേ. നമ്മുടെ സിനിമ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലേ, നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഏഷ്യാനെറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സീരിയൽ എന്ന് പറയാൻ. ഓരോ എപ്പിസോഡും അല്ലെങ്കിൽ ഓരോ പ്രൊമോ
പ്രൊമോ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ആകാംക്ഷയാണ് കേട്ടോ, ഇനി എന്താവും. കാരണം വെച്ചാൽ ഒരു ഇങ്ങനെ ഇങ്ങനെ എഴച്ച് കൊണ്ടുപോകാണ്ട് എല്ലാം സഡൻ അതിൻ്റേതായ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് പ്രൊമോ വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം കേൾക്കുകയാണ് എന്താവും ഏതാവും എന്നൊക്കെയുള്ള ഒരു സീന്. അപ്പോൾ നിങ്ങൾ അതുപോലെ ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട കേട്ടോ മുത്തുമണീസേ. എല്ലാവരും ലൈക്ക് അടിക്കുക, കാണുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രോ പ്രൊമോ നിർത്തുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.